ഇന്ത്യയുടെ അന്തർവാഹിനി കഴിവുകൾ ഗണ്യമായ രീതിയിൽ ഉയർത്താൻ കഴിയുന്ന ഒരു വലിയ നീക്കത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ പോകുന്നത്. അതായത് സ്പാനിഷ് കപ്പൽശാല നവന്റിയ അതിന്റെ അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അതായത് AIP സംവിധാനത്തിനായി ബയോ എഥനോൾ സ്റ്റെൽത്ത് ടെക്നോളജി എന്നറിയപ്പെടുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സമ്പൂർണമായി കൈമാറ്റം ചെയ്യുന്നു എന്ന പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ വമ്പൻ ഓഫർ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അന്തർവാഹിനി പ്രോഗ്രാമുകളിൽ വലിയ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് പ്രൊജക്ട് 75I, പ്രൊജക്ട് 76 എന്നിവ പോലുള്ള ഭാവി സംരംഭങ്ങളിൽ അന്തർവാഹിനി പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലെ ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് തന്നെ പറയണം. ബെസ്റ്റ് സിസ്റ്റം അഥവാ ബയോ എഥനോൾ സ്റ്റെൽത്ത് ടെക്നോളജി. അതായത് ഈ സിസ്റ്റം ഉപയോഗിച്ച് വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ ഇവിടെ ബാറ്ററികളെ റീചാർജ് ചെയ്യാൻ സാധിക്കും. നിലവിലുള്ള പല AIP സിസ്റ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നവന്റിയയുടെ ഈ സിസ്റ്റം. അതായത് ഈ സാങ്കേതിക വിദ്യയിൽ ഹൈഡ്രജൻ ഓൺബോർഡിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. ഇത് ഹൈഡ്രജൻ സംഭരിക്കാതെ ആവശ്യാനുസരണം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തർവാഹിനിയുടെ പരിമിതമായ സ്ഥലത്തെ വലിയ അളവിൽ കംപ്രസ് ചെയ്ത വാതകം സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കുന്നു. ഇത് അന്തർവാഹിനിയുടെ തന്ത്രപരമായ സ്വയംഭരണം, പ്രതിരോധ ശേഷി, ക്രൂ സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഈ നൂതന സംവിധാനം ഒരു ബയോ ഇഥനോൾ പരിഷ്കരണ പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. അതായത് ആവശ്യാനുസരണം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഓർഗാനിക് ഫീഡ് സ്റ്റോക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പുനരുപയോഗ ഇന്ധനമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആവശ്യാനുസരണം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹൈഡ്രജൻ ഒരു ഇന്ധന സെല്ലിലെ ശുദ്ധമായ ഓക്സിജനുമായി സംയോജിപ്പിച്ച് നിശബ്ദമായും കുറഞ്ഞ ഉദ്യമനത്തോടെയുമുള്ള വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചെടുത്ത ഫ്യൂവൽ സെൽ അധിഷ്ഠിത AIP സംവിധാനത്തെക്കാൾ ഒരു തലമുറ മുന്നിലുള്ള മൂന്നാം തലമുറ AIP സൊല്യൂഷനാണ് തങ്ങളുടേതെന്നാണ് നവന്റിയ അവകാശപ്പെടുന്നത്. നവന്റിയയുടെ അഭിപ്രായത്തിൽ ഈ സംവിധാനത്തിന് സാങ്കേതിക വശം, മികച്ച സ്റ്റെൽത്ത്, സഹിഷ്ണുത, പ്രവർത്തന ലാളിത്യം എന്നിവയുണ്ട്. നവന്റിയയുടെ ഈ ഓഫറിൽ ഇന്ത്യയുടെ പ്രൊജക്ട് 75ഉം അതോടൊപ്പം തന്നെ ഭാവി പരിപാടിയായ പ്രൊജക്ട് 76 തുടങ്ങിയ അന്തർവാഹിനി പരിപാടികൾ ഉൾക്കൊള്ളുന്നു. അതായത് 12 നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ വികസിപ്പിക്കാൻ പദ്ധതിയിടുന്ന മികച്ച സംവിധാനത്തിനായുള്ള സമ്പൂർണ്ണ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയാണ് നവന്റിയ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും നല്ലൊരു ഓഫറും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. എയർബസും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെൻഡറിനായി അഡ്വാൻസ്ഡ് യൂറോ ഫൈറ്റർ ടൈഫൂൺ ട്രാഞ്ച് 5 വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 2025 മധ്യത്തോടെ ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാന വ്യവസായ പങ്കാളികളായ ലിയോനോർഡോയും BAE സിസ്റ്റവും നിർണായക പങ്കുവഹിക്കുന്ന യൂറോ ഫൈറ്റർ കൺസോർഷ്യം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഹകരണ ശ്രമമാണ് യൂറോ ഫൈറ്റർ ടൈഫൂൺ. ഇന്ത്യൻ പ്രതിരോധ വിപണിയിലേക്ക് ടൈഫൂൺ എത്തുന്നത് ഇതാദ്യമായിട്ടല്ല. 2012 ഇന്ത്യയുടെ മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് മത്സരത്തിന് വേണ്ടി ടൈഫൂൺ എല്ലാ സാങ്കേതിക മൂല്യനിർണ്ണയ റൗണ്ടുകളും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഒടുവിൽ ഏറ്റവും കുറഞ്ഞ ലേലക്കാരനായി ഉയർന്നു വന്ന ദസാൾട്ട് റാഫേലിനോട് പരാജയപ്പെടുകയായിരുന്നു. ഇത്തവണ എയർബസും അതിന്റെ പങ്കാളികളും ടൈഫൂണിന്റെ ഏറ്റവും പുതിയ ട്രാഞ്ച് 5 പതിപ്പാണ് ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. IAFന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഗണ്യമായ സാങ്കേതിക നവീകരണങ്ങളാണ് അതിൽ വരുത്തിയിരിക്കുന്നത്. മെച്ചപ്പെടുത്തിയ ഏവിയോണിക്സ്, മെച്ചപ്പെട്ട അതിജീവനം, വിപുലീകരിച്ച മൾട്ടി റോൾ കഴിവുകൾ, നൂതന ആയുധ സംവിധാനങ്ങളുമായുള്ള വർദ്ധിച്ച അനുയോജ്യത എന്നിവയാണ് ട്രാഞ്ച് 5 മോഡലിന്റെ സവിശേഷതകൾ. ഈ വമ്പൻ ഓഫറുകൾക്ക് ഇടയിലും ഇന്ത്യക്കും അമേരിക്കയ്ക്കും ആശങ്ക ഉയർത്തുന്ന മറ്റൊരു വാർത്തയാണ് ചൈനയുടെ 6ാം തലമുറ യുദ്ധവിമാനം പറത്തിയിരിക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയിലെല്ലാം ഈ പ്രചരിക്കുന്ന ചിത്രങ്ങളും അവകാശവാദങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് ചൈനയുടെ 6ാം തലമുറ യുദ്ധവിമാനം അതിന്റെ ഉദ്ഘാടന പറക്കലിനായി ആകാശത്തേക്ക് പറന്നുയർന്നു എന്നാണ്. ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗിക സ്രോതസ്സുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ വികസനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള ശക്തിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വീണ്ടും ഉയർന്നു വരുന്ന ചിത്രങ്ങൾ പരമ്പരാഗത ലംബമായ സ്ഥിരതയുള്ള ചിറകുകളില്ലാത്ത എന്നാൽ മിശ്രിതമായ ചിറകുകളുള്ള ബോഡി രൂപകൽപ്പനയുള്ള ഒരു വിമാനത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കോൺഫിഗറേഷൻ ഒരു 6ാം തലമുറ യുദ്ധ വിമാനത്തിനായുള്ള വിദഗ്ധരുടെ പ്രവചനങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. റഡാർ ക്രോസ് സെക്ഷൻ ചെറുതാക്കി സ്റ്റെൽത്തിന് മുൻഗണന നൽകിയിരിക്കുന്നു. കൂടാതെ അതിവേഗ ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനത്തിനായി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു വിമാനത്തെ പോലെയാണിത്. 2019 മുതൽ ചൈനയുടെ ഈ 6ാം തലമുറ യുദ്ധ വിമാന പരിപാടിയെ കുറിച്ചുള്ള കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെച്ചപ്പെടുത്തിയ സ്റ്റെൽത്ത് ഫീച്ചറുകൾ, ഓംനി ഡയറക്ഷണൽ സെൻസർ സംവിധാനങ്ങൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഇതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു.
സ്വന്തമായി നൂതനമായ യുദ്ധവിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ പ്രത്യാഘാതങ്ങൾ വളരെയധികം പ്രധാനമാണ്. ഓൺലൈനിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ ഒരു 6ാം തലമുറ യുദ്ധവിമാനമായി പൊരുത്തപ്പെടുന്നതായി തോന്നുമെങ്കിലും അവയുടെ ആധികാരികത സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് തെളിയുകയാണെങ്കിൽ ഇത് ചൈനയുടെ സൈനിക വ്യോമയാന ശേഷിയിലെ ഒരു വലിയ മുന്നേറ്റത്തെയും ആഗോള വായുശക്തിയുടെ സന്തുലിതാവസ്ഥയിലെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു. ഇതുപോലെയുള്ള ഡിഫൻസ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.